രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തും KSU നേതാവുമായ ഫെന്നി നൈനാനെതിരെ മൂന്നാം ബലാത്സംഗ കേസിലെ പരാതി കയറി. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണ്. വ്യക്തിഹത്യ നടത്തുന്നത് കൂടുതൽ പരാതിക്കാർ പുറത്തുവരാതിരിക്കാനാണെന്നും അതുകൊണ്ട് പേടിക്കില്ലെന്നും പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലുണ്ട്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട മുറിയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉച്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയായ ഫെനി നൈനാൻ മൂന്നാം പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റുകളെന്ന പേരിലുള്ള സ്ക്രീൻഷോട്ടുകൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണവും വ്യാപകമായി. ഫെനിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മൂന്നാം പരാതിക്കാരി തന്നെ നേരിട്ട് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പങ്കുവച്ചതിന്റെ ലക്ഷ്യം തന്നെ അധിക്ഷേപിക്കാനാണെന്ന് പരാതിക്കാരി പറയുന്നു. ഞാൻ അടൂർക്ക് വരാനാണ് രാഹുലിന്റെ അടുത്ത് പറഞ്ഞു. അതിന് പകരം കുറച്ച് വേഷം ഇങ്ങോട്ട് വരുന്നതാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരരുത്, നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം. അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുകയായിരുന്നു. കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് രാഹുലുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ട സംഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഫെനി പുറത്തുവിട്ടത്. വിശദമായി സംസാരിക്കാനാണ് കുറച്ചു സമയം ആവശ്യപ്പെട്ടത്. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവില്ലായിരുന്നു. ഇതൊന്നും കണ്ട് താൻ പേടിക്കില്ലെന്നും പരാതിക്കാരി ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.